Hello everyone. 2025 SSC CGL എക്സാമിൻ്റെ സേഫ് സ്കോർ എത്രയായിരിക്കും? ഇതിന് മുൻപ് നടന്നിട്ടുള്ള SSC CGL എക്സാംസിൻ്റെ കട്ട് ഓഫ് ഒക്കെ നമ്മളൊന്ന് അനലൈസ് ചെയ്താൽ നമുക്ക് അതിൽ നിന്ന് എന്തെല്ലാം കാര്യങ്ങളാണ് മനസ്സിലാക്കാൻ പറ്റുക. തുടങ്ങിയിട്ടുള്ള കട്ട് ഓഫ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്ന ഒരു വീഡിയോ ആണിത്. അപ്പോഴെല്ലാവർക്കും നമ്മുടെ SSC RRB യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിവിടെ കഴിഞ്ഞ 2-3 വർഷങ്ങളിലെ കട്ട് ഓഫ് അനലൈസ് ചെയ്തുകൊണ്ട് ഇനി വരാൻ പോകുന്ന CGL എക്സാമിൻ്റെ കട്ട് ഓഫ് എത്രയായിരിക്കും എന്നൊരു ചെറിയ പ്രഡിക്ഷനും അതുപോലെ തന്നെ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഇൻസൈറ്റ്സിൻ്റെ ഇവാലുവേഷനുമാണ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്കിവിടെ നേരെ നമ്മുടെ കട്ട് ഓഫ്സിൻ്റെ അനാലിസിസിലേക്ക് തന്നെ പോവാം. അപ്പോൾ 2024 SSC CGL എക്സാമിൻ്റെ കട്ട് ഓഫാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് അതിവിടെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. നമ്മൾ എക്സാമിന് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ പല റിസർവേഷനുള്ള കാറ്റഗറീസ് നിങ്ങൾ ക്ലെയിം ചെയ്യുന്നുണ്ടാവും അല്ലേ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ SC ആൻഡ് ST ആണ് നിങ്ങൾ പെടുന്നതെങ്കിൽ നിങ്ങൾക്ക് 5 ഇയേഴ്സിൻ്റെ ഏജ് റിലാക്സേഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. OBC ആണെങ്കിൽ 3 ഇയേഴ്സിൻ്റെ ഏജ് റിലാക്സേഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ അതേപോലെ ഓരോ കാറ്റഗറിക്കും കട്ട് ഓഫിലും ഇവിടെ വ്യത്യാസം വരാറുണ്ട്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ പൊതുവെ അൺറിസർവ്ഡ് ആയിട്ടുള്ള കാറ്റഗറീസിലാണ് നമ്മളൊക്കെ ഉണ്ടാവാറുള്ളത്. സോ ആ കാറ്റഗറിയിലാണ് നിങ്ങൾ വരുന്നതെങ്കിൽ 2024 SSC CGLൻ്റെ റിസൾട്ട് വന്ന സമയത്ത് നിങ്ങൾക്ക് 153.18 മാർക്സ് ഉണ്ടായിരുന്നുവെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഫസ്റ്റ് ടിയർ എക്സാം ക്ലിയർ ചെയ്തിട്ടുണ്ടാകും. ഓക്കെ, അപ്പോൾ ഇതിൽ തന്നെ നിങ്ങൾക്ക് 2-3 കോളംസ് ഇവിടെ വിസിബിൾ ആയിരിക്കും. ഫസ്റ്റ് വരുന്നത് JSOൻ്റെ കട്ട് ഓഫ് മാർക്സും പിന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്ററിൻ്റെ കട്ട് ഓഫ് മാർക്സും ആണ്. സോ ബേസിക്കലി ഇത് രണ്ടും സെപ്പറേറ്റ് ആയിട്ടുള്ള പോസ്റ്റുകളാണ്. അപ്പോൾ ഇതുപോലെ തന്നെ അസിസ്റ്റൻറ്റ് ഓഡിറ്റ് ഓഫീസർ അങ്ങനെ ഇച്ചിരി വേറെ 1-2 പോസ്റ്റുകളുണ്ട്. അതിലേക്ക് വരുന്നത് കട്ട് ഓഫ് കുറച്ചും കൂടി ഹയർ ആയിരിക്കും. നിങ്ങൾക്ക് ഇവിടെ കാണാം 170 വരെ കട്ട് ഓഫ് വന്നിട്ടുണ്ട്. പക്ഷേ ബാക്കി വരുന്ന പോസ്റ്റുകൾ അതായത് എക്സൈസിലെ ഇൻസ്പെക്ടർ, അസിസ്റ്റൻറ്റ്, വീണ്ടും ടാക്സ്, ഇൻകംസ്, CBDT, അതുപോലെ തന്നെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്, CBI, ഇൻ്റലിജൻസ് ബ്യൂറോ, നാർക്കോട്ടിക്സ്, അങ്ങനെ ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് ഏകദേശം ഒരു 36 പോസ്റ്റുകളിലേക്കുള്ള നോട്ടിഫിക്കേഷനാണ് SSC CGL എക്സാമിൽ വരിക. അപ്പോൾ അതിൽ വരുന്ന ബാക്കി എല്ലാ പോസ്റ്റിനും, ഈ പറഞ്ഞ പോസ്റ്റുകളല്ലാതെ ബാക്കി എല്ലാത്തിനും നിങ്ങൾ ജനറൽ കാറ്റഗറിയിൽ പെട്ട ഒരാളായിരുന്നു ആൻഡ് നിങ്ങളുടെ മാർക്ക് 153 എബോവ് ആണെങ്കിൽ നിങ്ങളുടെ ഫസ്റ്റത്തെ ടിയർ എക്സാം ഓൾറെഡി ക്ലിയർ ചെയ്തു. ഓക്കെ, ഇനി അത് തന്നെ നമ്മുടെ നെക്സ്റ്റത്തെ റിസർവ്ഡ് കാറ്റഗറീസിലേക്ക് പോവുകയാണെങ്കിൽ SC ആൻഡ് ST 126ഉം 111ഉമാണ് ആൻഡ് ഇവിടെ OBCക്കാർക്ക് 146 മാത്രമാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ 2004 കട്ട് ഓഫ് ജനറൽ കാറ്റഗറീൻ്റെ. അപ്പോൾ നമ്മളിവിടെ ഫോക്കസ് ചെയ്യുന്നത് ജനറൽ കാറ്റഗറീൻ്റെ കട്ട് ഓഫ് ആണ് കേട്ടോ. നമ്മൾ ബാക്കിയൊന്നും നോക്കുന്നില്ല. ജനറൽ കാറ്റഗറീൻ്റെ കട്ട് ഓഫ് ആണ് നമ്മളിവിടെ ഫോക്കസ് ചെയ്യുന്നത്. ഇനി അത് തന്നെ 2023 പോവുകയാണെങ്കിലോ തൊട്ട് മുമ്പത്തെ വർഷം ജനറൽ കാറ്റഗറീൻ്റെ കട്ട് ഓഫ് ഇവിടെ 150 ആയി. സോ 150 ആയ കട്ട് ഓഫിൽ നിന്നും ഏകദേശം 13,000ഓളം ആൾക്കാർ സെക്കൻഡ് സ്റ്റേജിലേക്ക് ക്വാളിഫൈ ആയി എന്നാണ് നമുക്കിവിടെ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ക്വാളിഫൈഡിൽ നിന്നും മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. ഇനി വീണ്ടും അതിന് മുമ്പത്തെ വർഷം 2022 പോവുകയാണെങ്കിൽ ഇവിടെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണാം 158 ആയിരുന്നു കട്ട് ഓഫ് വന്നിട്ടുണ്ടായിരുന്നത്. സോ ഇതിൻ്റെ ഒരു ട്രെൻഡ് നിങ്ങൾ നോക്കിക്കേ. ആദ്യം ഇത് 153 ആയിരുന്നു. അതിന് മുമ്പത്തെ വർഷം 150ലേക്ക് പോയി. അതിന് മുമ്പത്തെ വർഷം 158ലാണ് അത് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കാനായിട്ട് പറ്റുക, എന്തെല്ലാം ഇൻസൈറ്റാണ് നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാൻ പറ്റുകയെന്ന് പറയാം. ഓരോ വർഷം കൂടുന്തോറും നമ്മുടെ കട്ട് ഓഫ് ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് പോകുന്നു അല്ലെങ്കിൽ ഇങ്ങനെ ഡിക്രീസ് ചെയ്ത് പോകുന്നു എന്നൊരു സ്റ്റഡി ഗ്രാഫ് ഒന്നും നമുക്കിവിടെ ഡെഫിനറ്റ്ലി ഔട്ട്കം ആയിട്ട് ഇവിടെ കിട്ടുന്നില്ല. നിങ്ങൾക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും. ഡെഫിനറ്റ്ലി ഇവിടെ കട്ട് ഓഫ് ഡിറ്റർമൈൻ ചെയ്യുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ്. അതുപോലെ തന്നെ വരുന്നതാണ് എക്സാമിൻ്റെ ഡിഫിക്കൽട്ടി ലെവൽ. സോ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് കൂടുകയാണെങ്കിൽ കട്ട് ഓഫ് ഉയർന്നു പോകും. അതേസമയം ഡിഫിക്കൽട്ടി ലെവൽ കൂടുകയാണെങ്കിൽ എക്സാമിൻ്റെ കട്ട് ഓഫ് താഴ്ന്നു വരും. അപ്പോൾ ഈ ഫാക്ടേഴ്സാണ് ഈ കട്ട് ഓഫിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇനി അതുകൂടാതെ തന്നെ എക്സാമിൻ്റെ ഓരോ ഷിഫ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള നോർമലൈസേഷനും ഓരോ വർഷവും വരുന്ന വേക്കൻസീസ് ഇതൊക്കെ കട്ട് ഓഫിനെ ആക്ച്വലി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ നമുക്ക് 2023 വരുമ്പോഴേക്കും 150 താഴേക്ക് കട്ട് ഓഫ് വന്നത് കൊണ്ട് ഡെഫിനറ്റ്ലി ഒന്നുകിൽ അതൊരു ലോവർ ഡിഫിക്കൽട്ടി ലെവൽ കുറച്ചും കൂടി കൂടുതലായിട്ടുള്ള പേപ്പർ ആയിരുന്നുവെന്നോ അല്ലെങ്കിൽ ഒരു നമ്പർ ഓഫ് ലോവർ കാൻഡിഡേറ്റ്സ് അപ്പിയർ ചെയ്ത എക്സാം ആയിരുന്നു എന്ന് വേണം നമുക്കിവിടെ മനസ്സിലാക്കാൻ. ഓക്കെ, അപ്പോൾ ഇത് അനലൈസ് ചെയ്ത് ഇനി നമുക്ക് പോസിബിളി ഇൻ ഫ്യൂച്ചർ 2025 വരുമ്പോൾ എങ്ങനെയാണ്
നമ്മുടെ കട്ട് ഓഫിനെ അത് ബാധിക്കാമെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രെഡിക്റ്റ് ചെയ്ത് നോക്കാം. സോ നിങ്ങളുടെ എക്സാം ഇനി കട്ട് ഓഫ് കൂടുക അല്ലെങ്കിൽ കട്ട് ഓഫ് കുറയുക, ഈ 2 പോസിബിലിറ്റീസ് മാത്രമാണുള്ളൂ അല്ലേ. അപ്പോൾ അതിൽ നമുക്ക് കട്ട് ഓഫ് കൂടണം എന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോഴത്തെ ട്രെൻഡ് പോലെ തന്നെ കട്ട് ഓഫ് കൂടി വരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു കാര്യം പറയാം, നമ്മുടെ കോമ്പറ്റീഷൻ്റെ ആ എക്സാമിൻ്റെ ലെവൽ എന്ന് പറയുന്നത് ഡിഫിക്കൽട്ടി ലെവൽ കുറഞ്ഞു വരുന്നതായിരിക്കും, അല്ലെങ്കിൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് കൂടി വരികയായിരിക്കും. സോ നമ്മൾ ഒരു 5 years ബാക്കുള്ള നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് അല്ല SSC CGL ഇപ്പോഴുള്ളത്. നിങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ തന്നെ അറിയാം, നമ്മുടെ ഓൺലൈൻ മീഡിയ, സോഷ്യൽ മീഡിയയിലൊക്കെ നമുക്ക് ഒരുപാട് അവയർനെസ് ഈ സെൻട്രൽ ഗവൺമെൻറ് എക്സാംസിനെ പറ്റി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. നിങ്ങൾ തന്നെ ഇപ്പോൾ ഈ വീഡിയോ കാണുന്നത് യൂട്യൂബിലായിരിക്കും അല്ലേ. അങ്ങനെ ഒരുപാട് ഫ്രീ പ്ലാറ്റ്ഫോംസിലൂടെ വേറൊരാൾ പറഞ്ഞു തരാനില്ലെങ്കിൽ പോലും, ആക്ച്വലി ഫിസിക്കലി ഒരാൾ നിങ്ങളുടെ അടുത്ത് നിന്ന് നിങ്ങളെ ഗൈഡ് ചെയ്യുന്നില്ലെങ്കിൽ പോലും ഈ സോഷ്യൽ മീഡിയ വഴി നിങ്ങളൊക്കെ ഇതിനെപ്പറ്റി അവെയർ ആയി കഴിഞ്ഞു. അപ്പോൾ നിങ്ങളെപ്പോലെ തന്നെ ഇന്ത്യയിലുള്ള മറ്റ് എല്ലാ എലിജിബിൾ കാൻഡിഡേറ്റ്സും ഇതിനെപ്പറ്റി അവെയർ ആകുന്നുണ്ട്. സോ ഡെഫിനറ്റ്ലി കോമ്പറ്റീഷൻ കൂടി വരാനാണ് സാധ്യത. കോമ്പറ്റീഷൻ താഴേക്ക് വരും എന്നുള്ളൊരു പോസിബിലിറ്റി ഡെഫിനറ്റ്ലി ഇല്ല. സോ കോമ്പറ്റീഷൻ കൂടുകയാണ്, അതിനനുസരിച്ച് കട്ട് ഓഫ് ഡെഫിനറ്റ്ലി കൂടി വരും. ഇനി അഥവാ നമ്മുടെ കട്ട് ഓഫ് കുറയുകയാണ്, അടുത്ത വർഷം കട്ട് ഓഫ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കോമ്പറ്റീഷൻ കുറഞ്ഞത് കാരണം ആയിരിക്കില്ല, ഡെഫിനറ്റ്ലി എക്സാമിൻ്റെ ലെവൽ കൂടുന്നത് കൊണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ 2025 നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം 157 to 159 വരെ കട്ട് ഓഫ് വരാൻ ചാൻസ് ഉണ്ട്, ബിക്കോസ് നമ്മുടെ കോമ്പറ്റീഷൻ ഇനിയും കൂടുന്നത് കൊണ്ട്. ഇനി വീണ്ടും അത് കട്ട് ഓഫ് താഴത്തേക്ക് കൊണ്ടുവരുന്ന മറ്റൊരു ഫാക്ടറാണ് വേക്കൻസീസ് എന്ന് പറയുന്നത്. വേക്കൻസീസ് വളരെ കൂടുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി കട്ട് ഓഫിലും അതിൽ റിഫ്ലക്ഷൻ കാണും. നമുക്ക് 2024 17,000 വേക്കൻസീസ് ആയിരുന്നു, അത് വീണ്ടും ഇൻക്രീസ് ആയി 18,000 വേക്കൻസീസിലേക്ക് അത് മാറിയിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ടാണ് നമ്മുടെ കട്ട് ഓഫിൽ ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ടായിരുന്നത് അല്ലേ. 158 എന്നുണ്ടായിരുന്നത് 153 വന്നത് അതുകൊണ്ടാണ്. ആൻഡ് വീണ്ടും നമ്മുടെ നോർമലൈസേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എക്സാമിൻ്റെ ഓരോ ഷിഫ്റ്റിലും ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും. അപ്പോൾ അതിന് ഡിഫിക്കൽട്ടി ലെവൽ അനുസരിച്ച് നോർമലൈസേഷനിൽ വ്യത്യാസം വരികയാണെങ്കിലും ഡെഫിനറ്റ്ലി നമുക്കിവിടെ മാർക്കിൽ കട്ട് ഓഫ് മാർക്കിൽ വ്യത്യാസം വരും. ഓക്കെ, അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പോൾ ഇനി ഈ കട്ട് ഓഫിനെ പറ്റിയിട്ടുള്ള ഈ ഒരു നോളജ് നമുക്ക് എങ്ങനെ യൂസ്ഫുൾ ആക്കി മാറ്റാമെന്ന് നോക്കാം. അതിന് നമ്മൾ ഏറ്റവും ആദ്യം അറിയേണ്ടത് എന്താ, നമ്മുടെ എക്സാമിൻ്റെ പാറ്റേൺ ആണ് അല്ലേ. സോ CGL എക്സാം 2 tier-ലാണ് പോകുന്നത്, Tier 1 ആൻഡ് Tier 2. സോ അതിലെ ഫസ്റ്റത്തെ ടിയർ എക്സാം എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഓൺലൈനായിട്ട് വരുന്ന ഒരു എക്സാമാണ്. 100 ചോദ്യങ്ങളുടെ 100 ക്വസ്റ്റ്യൻസിനും ഓരോന്നിനും 2 മാർക്ക് വീതം വരുന്ന 200 മാർക്കിൻ്റെ ഒരു എക്സാമാണ്. 1 മണിക്കൂർ സമയമാണ് ഈ എക്സാം എഴുതാൻ നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇവിടെ 4 സബ്ജക്ട്സ് ആണ് നിങ്ങൾക്കുള്ളത്. റീസണിംഗ് ഉണ്ട്, ജനറൽ അവയർനെസ് അല്ലെങ്കിൽ GK, ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രിഹെൻഷൻ. ഓക്കെ, അപ്പോൾ ഇതിന് ഓരോന്നിനും തുല്യ വെയിറ്റേജ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതിനെല്ലാം നിങ്ങൾക്ക് കൂടുതൽ വെയിറ്റേജ് ഇതിനെന്ന് പറയാനില്ല, ഡെഫിനറ്റ്ലി നിങ്ങൾ ഇത് പഠിക്കണം. ആൻഡ് വീണ്ടും നിങ്ങൾക്ക് ഇവിടെ ഉള്ളൊരു ഹാപ്പി ന്യൂസ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ സെക്ഷൻ കട്ട് ഓഫ് ഇല്ല. അതായത് റീസണിങ്ങിൽ ഇത്ര മാർക്ക് വേണം, മാത്സിൽ ഇത്ര മാർക്ക് വേണം എന്നാലേ നിങ്ങൾ ക്ലിയർ ചെയ്യുന്നില്ല. ഡെഫിനറ്റ്ലി അതിൻ്റെ ആവശ്യമില്ല, നിങ്ങൾക്ക് സെക്ഷണൽ കട്ട് ഓഫ് ഇല്ല, ഓവറോൾ കട്ട് ഓഫ് മാത്രം നോക്കിയാൽ മതി. ഇനി നെക്സ്റ്റ് വരുന്നത് Tier 2 എക്സാമാണ്. അപ്പോൾ Tier 2 എക്സാമിൽ 2 അഡീഷണൽ പേപ്പേഴ്സ് വരുന്നുണ്ട്. ഒരു പേപ്പർ എല്ലാ പോസ്റ്റിനും കോമൺ ആണ്, അതുകൂടാതെ 2 അഡീഷണൽ പേപ്പേഴ്സ് ഉണ്ട്. അതിലൊന്ന് സ്റ്റാറ്റിസ്റ്റിക്സ്, അത് JSOൻ്റെ പോസ്റ്റിൽ വേണ്ടിയിട്ടുള്ളതാണ്. ഇനി അടുത്തത് AAOയുടെ പോസ്റ്റിലേക്ക്, അസിസ്റ്റൻറ്റ് അക്കൗണ്ട്സ് ഓഫീസർ അല്ലെങ്കിൽ അസിസ്റ്റൻറ്റ് ഓഡിറ്റ് ഓഫീസറിൻ്റെ പോസ്റ്റിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ജനറൽ സ്റ്റഡീസ് ആൻഡ് ഫിനാൻസ് എന്ന് പറയുന്ന ഒരു പേപ്പർ കൂടി സബ്മിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് Tier 2 പാറ്റേണിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. സോ നമ്മുടെ Tier 2-ൽ കോമൺ ആയിട്ട് വരുന്ന സബ്ജക്റ്റുകളും നമ്മുടെ Tier 1 പോലെ തന്നെ ഓൾമോസ്റ്റ് സെയിം ആണ്. അതേ സബ്ജക്ട്സ് തന്നെ നിങ്ങൾക്ക് ഇവിടെ മാത്സും റീസണിങ്ങും ഇംഗ്ലീഷും ജനറൽ അവയർനെസ്സും കാണാം. ഇൻക്രീസ്ഡ് ആയിട്ട് ഇവിടെ നമുക്കൊരു കമ്പ്യൂട്ടർ നോളജ് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ടെസ്റ്റും വീണ്ടും ഡേറ്റ എൻട്രിയുടെ സ്പീഡ് ടെസ്റ്റുമാണ്. ഇത് രണ്ടും ക്വാളിഫയിങ് നേച്ചറാണ്. എന്ന് വെച്ചാൽ ഇതിൻ്റെ മാർക്ക് നിങ്ങളുടെ ഫൈനൽ കട്ട് ഓഫിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ കാണില്ല. ഓക്കെ, അപ്പോൾ ബേസിക്കലി നിങ്ങൾ അവിടെ ആദ്യത്തെ ലെവലിൽ പഠിക്കുന്ന അതേ കാര്യങ്ങൾ തന്നെ രണ്ടാമത്തെ ലെവലിലും നിങ്ങൾ ഉപയോഗിക്കണം. ഓൺലി ഡിഫറൻസ് എന്താ, നമുക്ക് ഇവിടെ ക്വസ്റ്റ്യൻ്റെ ലെവൽ ഇൻക്രീസ് ചെയ്ത് വരും, അല്ലാതെ കോൺസെപ്റ്റ്സോ കോണ്ടൻറ്റോ ഒന്നും മാറുന്നില്ല, ജസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ലെവൽ മാത്രമാണ് ഇൻക്രീസ് ചെയ്ത് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാവർക്കും ക്ലിയർ ആയല്ലോ. ഇനി അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്
നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സും ജനറൽ സ്റ്റഡീസുമാണ്. സോ അതിലേക്ക് നമ്മൾ ഒത്തിരി ഡിവൈഡ് ചെയ്ത് പോകുന്നില്ല. അത് നിങ്ങളുടെ പോസ്റ്റ് പ്രിഫറൻസ് അനുസരിച്ചിട്ടാണ് കേട്ടോ. JSOൻ്റെ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ മാത്രം സ്റ്റാറ്റിസ്റ്റിക്സ് മതി. AAOൻ്റെ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ മാത്രം ജനറൽ സ്റ്റഡീസ്, അതായത് ഫിനാൻസ് ആൻഡ് എക്കണോമിക്സ് മതിയാകും. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെയാണ് ഈ എക്സാമിന് പഠിച്ച് നമുക്ക് ഈ ഒരു സേഫ് സ്കോറിലേക്ക് എത്താൻ പറ്റുകയെന്നാണ്. അതിൽ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എക്സാം പാറ്റേൺ എന്താണെന്ന് മനസ്സിലാക്കുക. നമ്മൾ ഓൾറെഡി കണ്ടു. വീണ്ടും നമ്മുടെ സിലബസ് നന്നായിട്ട് മനസ്സിലാക്കുക. എന്ന് വെച്ചാൽ ഏതൊക്കെ പോർഷൻസാണ് സിലബസിൽ കൂടുതൽ വെയിറ്റേജ് വരുന്നത്, ഏതൊക്കെ പോർഷൻസിനാണ് കുറച്ച് വെയിറ്റേജ് വരുന്നത്, ഏതൊക്കെ പോർഷൻസാണ് നമുക്ക് പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റുന്നത്, ഏതൊക്കെയാണ് ടൈം ഒരുപാട് എടുത്ത് സോൾവ് ചെയ്യുന്നത്. നിങ്ങൾ ഇത്ര ആലോചിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ജനറൽ അവയർനെസ്സിത്തെ ഒരു GK ക്വസ്റ്റ്യൻ കിട്ടി. ആ ക്വസ്റ്റ്യന് നിങ്ങൾക്ക് ഒരു ചോദ്യത്തിന് 2 മാർക്കാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ മാത്സിൽ ട്രിഗ്നോമെട്രിയുടെ ഒരു വലിയ ക്വസ്റ്റ്യൻ കിട്ടി. അവിടെയും നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യന് 2 മാർക്കാണ്. പക്ഷേ രണ്ടിനും സോൾവ് ചെയ്യാൻ എടുക്കുന്ന സമയം നല്ല വ്യത്യാസമുണ്ടല്ലേ. സോ പെട്ടെന്ന് ആൻസർ കിട്ടുന്ന ടോപ്പിക്സിൽ നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുക. മറ്റത് ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ളത് ഡെഫിനറ്റ്ലി നിങ്ങളുടെ പ്രിപ്പറേഷൻ്റെ സമയത്ത് ലാസ്റ്റിലേക്ക് വയ്ക്കുക. ഓക്കെ, ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ഏറ്റവും കുറവ് സമയത്ത് നിങ്ങൾക്ക് ചെയ്ത് ശരിയാക്കാൻ പറ്റണം. അതാണ് നമ്മുടെ റാങ്ക് മേക്കിംഗ് ഫാക്ടറായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാവർക്കും ക്ലിയർ ആയല്ലോ. ഇനി നിങ്ങളൊരു പ്രോപ്പറായിട്ടുള്ള സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട അടുത്ത കാര്യം. നമ്മുടെ എല്ലാ വീഡിയോസിലും നമ്മളത് പറയാറുണ്ട്. നമ്മുടെ എൻട്രി ആപ്പിൽ അതിനുള്ള കോഴ്സസ് അവൈലബിൾ ആണ്. അല്ലാതെ തന്നെ നമ്മൾ ഇഷ്ടംപോലെ സ്റ്റഡി പ്ലാൻസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുമുണ്ട്. സോ ഒരു പ്രോപ്പർ സ്റ്റഡി പ്ലാൻ ഡെവലപ്പ് ചെയ്ത ശേഷം അത് സ്ട്രിക്ട്ലി ഫോളോ ചെയ്ത് വേണം നിങ്ങൾ പഠിക്കാൻ. എങ്കിലാണ് ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള സ്റ്റഡി ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ മാത്സും റീസണിങ്ങും ജനറൽ അവയർനെസ്സും ഇംഗ്ലീഷും ഒക്കെയാണ് നമ്മളിവിടെ ജസ്റ്റ് വെച്ചിരിക്കുന്നത്. ഇതിനെപ്പറ്റി പല വീഡിയോസ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒത്തിരി ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. വീണ്ടും നമുക്കിവിടെ സെക്ഷണൽ കട്ട് ഓഫ് ഇല്ലാത്തത് കാരണം കംപ്ലീറ്റ്ലി ഇതിൽ ഇത്ര മാർക്സ് ഇതിൽ ഇത്ര മാർക്സ് നേടണം എന്ന് നമുക്ക് പറയാനില്ല. നിങ്ങൾക്ക് മാക്സിമം മാർക്സ് ഏത് സെക്ഷനിലാണോ എടുക്കാൻ പറ്റുക ആ സെക്ഷനിൽ നിന്ന് നിങ്ങൾ മാക്സിമം മാർക്സ് എടുത്തോളൂ, ഒരു പ്രശ്നമില്ല. ഔട്ട് ഓഫ് 200 ആണ് എക്സാം വരുന്നത്. സോ അതിൽ നിന്നും നിങ്ങളുടെ സേഫ് സ്കോർ എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി 170+ ആണ്. സോ നിങ്ങൾ ഓരോ മോക്ക് എക്സാം ചെയ്യുമ്പോഴും 170യുടെ മുകളിലേക്കെങ്കിലും നിങ്ങളുടെ സ്കോർ വന്നിട്ടുണ്ടെങ്കിലാണ് ആക്ച്വൽ എക്സാമിൽ നിങ്ങൾക്ക് കട്ട് ഓഫ് ക്ലിയർ ചെയ്ത് പോകാൻ പറ്റുകയുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കും. ഓക്കെ, അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇതിനു മുൻപ് നടന്നിരിക്കുന്ന എക്സാംസ് അനലൈസ് ചെയ്ത് നമ്മൾ കണ്ടെത്തിയതാണിത്. 170+ എങ്കിലും നിങ്ങളുടെ സേഫ് സ്കോറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് എക്സാം ക്ലിയർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, ഔട്ട് ഓഫ് 200 നിങ്ങൾ ജനറൽ കാറ്റഗറിയിലുള്ള ഒരാളാണെങ്കിൽ. ഓക്കെ, ഇനി ഇതെങ്ങനെ ചെയ്യും, ഇതൊക്കെ സാധ്യമാകുമോ എന്നൊന്നും ഓർത്ത് നിങ്ങൾ ആരും ടെൻഷൻ ആവേണ്ട. നമ്മുടെ എൻട്രിയിൽ അതിന് വേണ്ടിയിട്ട് SSC CGL 2025 എന്ന ഒരു ക്ലാസ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ബാച്ചിനെ പറ്റി കൂടുതൽ അറിയാനും അതുപോലെ തന്നെ ഓഫർ പ്രൈസിൽ ഈ ബാച്ചിൽ ജോയിൻ ചെയ്യുവാനുമായിട്ട് സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സും ക്വസ്റ്റ്യൻസും ഉണ്ടെങ്കിലും വീണ്ടും ഈ നമ്പറിൽ നമ്മളോട് ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ടോ ക്വസ്റ്റ്യൻസോ ആർക്കെങ്കിലും വന്നാൽ തീർച്ചയായിട്ടും കോമെൻറ്റ്സിലൂടെ എഴുതി അറിയിക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.